പ്രവീണ, കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിൽ ഏത് ഗ്രൂപ്പിനാണ് മുൻതൂക്കം എന്ന് അറിയാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണത്. എങ്ങനെയാണ് കേരള കോൺഗ്രസുകൾ രാഷ്ട്രീയമായി ഒരുങ്ങിയിരിക്കുന്നത് ഈ വിധി പ്രഖ്യാപനത്തിന്? നികേഷ് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ ഭാവി, ഇരു മുന്നണികളുടെയും രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന, ഇരു പാർട്ടികളുടെയും രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ ഫലം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭാ സീറ്റിലടക്കം ഒരു അവകാശവാദം ഉന്നയിക്കാൻ ബലം നൽകുന്നതാണ്. പക്ഷേ എക്സിറ്റ് പോളുകൾ അതുപോലെ തന്നെ പൊതുവിലയിരുത്തലുകൾ അത്ര കണ്ട് ശുഭകരമല്ലെന്ന് തോന്നിയതിനാലാണോ അതോ വിജയം വന്നതിന് ശേഷം പ്രതികരിച്ചാൽ മതി എന്ന് തീരുമാനിച്ചതിനാലോ എന്നറിയില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ഇതേക്കുറിച്ച് എന്തെങ്കിലും വിജയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രതീക്ഷയെക്കുറിച്ചോ പങ്കുവയ്ക്കാൻ കേരള കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. ഇനി ഒരു പക്ഷേ കോട്ടയം കൈവിട്ടുപോയാൽ, പിന്നീട് രാജ്യസഭാ സീറ്റും കിട്ടാതെ പോയാൽ മുന്നണിയിൽ തന്നെ അപ്രസക്തമാകുന്ന ഒരു പാർട്ടിയായി കേരള കോൺഗ്രസ് മാറും. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണിക്ക് ഒരു വാദമുഖം ഉന്നയിക്കാനുള്ള അവസരം കൂടി ഇല്ലാത്ത വിധത്തിലേക്ക് ആ പാർട്ടി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഇനി ജോസഫ് വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ തന്നെ അത്ര കണ്ട് ആൾബലമില്ലാത്ത, അത്ര കണ്ട് ശോഭിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി എന്നുള്ള ഒരു പേരുദോഷം എപ്പോഴും ഉള്ളതാണ്. ഇനി ഇത്തവണ കോട്ടയം പിടിക്കാൻ കൂടി ആയില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാവും. പ്രവീണ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വലിയ നിലയിൽ കൊഴിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് സമീപകാലത്ത് പ്രത്യേകിച്ച്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ UDF-ന് സംസ്ഥാന തലത്തിലൊരു മുൻതൂക്കം ഉണ്ടല്ലോ. ആ മുൻതൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയവും കൂടി പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ പി ജോസഫിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും എന്നാണോ കണ്ടത്? അതേസമയം തന്നെ മറുപക്ഷത്ത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭ എന്ന് പറയുന്നത് നിർണായകമാകും. അഥവാ തോൽക്കുകയാണെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്നുള്ള ആവശ്യം ശക്തിപ്പെടുത്താനും അത് കിട്ടിയിട്ടില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാഷ്ട്രീയ നിലപാട് എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതെ, അങ്ങനെ തന്നെയാണ്. കാരണം ജോസഫ് വിഭാഗത്തിന് UDF-ൽ ഒരു വാദമുഖം ഉന്നയിക്കണമെങ്കിൽ തന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടാൻ UDF തീരുമാനിച്ച് അവരെ വിളിച്ചാൽ അതിനെ എതിർക്കാനുള്ള ത്രാണി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കോട്ടയം കിട്ടിയില്ലെങ്കിൽ മാറും. പക്ഷേ കോട്ടയം സ്വാഭാവികമായിട്ട് കോട്ടയത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നോക്കുമ്പോൾ ഒരു കോൺഗ്രസ് അനുകൂല, UDF അനുകൂല മണ്ഡലമാണ് എന്നുള്ളതാണ് അവരുടെ അവസാനഘട്ട പ്രതീക്ഷ. വലിയ ഭൂരിപക്ഷമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു 20-30 എന്നുള്ള റേഞ്ചിൽ പിടിക്കാനാകും എന്നുള്ളതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതീക്ഷ. ഇനി NDA-യിലേക്ക് വരികയാണെങ്കിൽ NDA ഇറക്കിയ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയാണ്. വ്യക്തി എന്നുള്ള നിലയിൽ, അത് SNDP-യുടെ വൈസ് ചെയർമാൻ എന്നുള്ള തലത്തിൽ കൂടി വോട്ട് സമാഹരിക്കാൻ കഴിയും. അങ്ങനെ ഒരു 17% മുകളിലേക്കൊക്കെ വോട്ട് സമാഹരണം നടത്താൻ കഴിഞ്ഞാൽ അത് വ്യക്തിപരമായി തുഷാറിന് നേട്ടമാണ്. ഈ പറയുന്ന പോലെ കേന്ദ്രത്തിൽ സുജയ ആഗ്രഹിക്കുന്ന മുന്നണിയൊക്കെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു മന്ത്രിസ്ഥാനം, കേന്ദ്രമന്ത്രിസ്ഥാനമോ സഹമന്ത്രിസ്ഥാനമോ ഒക്കെ കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ വളരെ അടിത്തട്ടിലിറങ്ങിയുള്ള പ്രവർത്തനമായിരുന്നു NDA-യുടേത്. ഷെയർ കൂട്ടി ആ ഒരു കഴിയുക എന്നുള്ളത് മാത്രം. സന്തോഷമായി ഗോപിയേട്ട, ആരും ഇതുവരെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. സുജയുടെ ആഗ്രഹം കേൾക്കാൻ പ്രവീണെങ്കിലും ഉണ്ടായല്ലോ, നന്ദിയുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അത് പറയാതെ പോയാൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ടാ. നമുക്ക് കൂടുതൽ പറയാം. പ്രവീണ, ഇത്തവണ ഈ കുടം അവിടെ നിറയുന്നതനുസരിച്ച് ഫ്രാൻസിസ് ജോർജോ ചാഴികാടനോ എന്നത് മാറി മറിയാൻ സാധ്യതയുണ്ടോ? കുടത്തിൽ എത്ര നിറയും? കുടത്തിൽ എത്ര, അതായത് ഒരു ഒന്നിനു മേൽ നിറഞ്ഞാൽ തന്നെ അത് തോമസ് ചാഴിക്കാടന്റെ ഭാവിയെ നിർണ്ണയിക്കും എന്നുള്ളതാണ് NDA വൃത്തങ്ങൾ തന്നെ പറയുന്നത്. ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു വെച്ചതുണ്ട് NDA-യും UDF-ഉം തമ്മിലായിരുന്നു മത്സരമെന്ന്. അതൊക്കെ മാറും, ആ ചിത്രം മാറുമ്പോൾ മാറും. പക്ഷേ കുടത്തിൽ വീഴുന്ന ഓരോ വോട്ടും ഇരു മുന്നണിക്കും നെഞ്ചെടുപ്പ് കൂട്ടുന്നതാണ്. കാരണം വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, അതായത് ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വ്യക്തിപരമായ വോട്ടുകൾ കൂടി ഇവിടെ നിർണായകമാണ്. കുടം നിറയത്തൊന്നുമില്ല. തോമസ് ചാഴികാടന്റെ ഭാവി എന്നല്ല, ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഭാവി എന്ന നിലയ്ക്ക് തന്നെ അങ്ങനെ കൂടി അതിനെ കാണേണ്ടി വരില്ലേ? നമ്മൾ ഇപ്പോൾ ഈ BJP അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ മുന്നണിയിൽ എങ്ങനെയൊക്കെ ഇളക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഒരു കൗതുകമല്ലേ? പിന്നെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നാൽ പിന്നെ വേറൊരു രാഷ്ട്രീയമാണ് സ്മൃതി. കേരളത്തിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് 2004 PC തോമസിൻ്റെ ജയത്തിലൂടെ മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇതേ ജോസ് കെ മാണിയെ തോൽപ്പിച്ചുകൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത്. പക്ഷേ അന്നും താമരയല്ല വിരിഞ്ഞത്. PC തോമസിൻ്റെ സഭയിലുള്ള സ്വാധീനം, ക്രിസ്ത്യൻ വോട്ടുകളിലുള്ള സ്വാധീനമാണ് വോട്ടായി മാറിയിട്ടുള്ളത്. പിന്നെ ആ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് 2004 ഇന്ത്യ തിളങ്ങുന്നുവെന്ന്. ആ ഇന്ത്യ തിളങ്ങുന്നതിനോട് ഏറ്റവും പോസിറ്റീവായി പ്രതികരിച്ചിട്ടുള്ളത്
എന്നുള്ളത് കേരളമായിരുന്നു. കേരളത്തിൽ ഇപ്പോഴാണ് 17% ഒരു യാഥാർത്ഥ്യമായത് വോട്ട്. അന്ന് PS ശ്രീധരൻപിള്ള സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിൽ ഏതാണ്ട് 17% അടുപ്പിച്ച വോട്ട് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് വോട്ടാണ്. ആ ഘട്ടത്തിലാണ് ഒരു സീറ്റിൽ ജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു സീറ്റ് ജയിക്കുകയോ ഈ പറയുന്ന പോലെ 20% മുകളിലേക്ക് വേണ്ട, ഒരു 15% വർദ്ധിപ്പിച്ചാൽ തന്നെ മതി. അത് തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം BJPക്ക് വലിയ റോളുണ്ട് കേരളത്തിലെ ഭാവി രാഷ്ട്രീയത്തിൽ. അത് എത്ര കണ്ട് ആ റോൾ നീട്ടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്.